ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലെ നൈറ്റാണ് കേട്ടോ. ഈവനിങ് സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന, സാധാരണ നമ്മുടെ എല്ലാവരുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന ബ്രെഡും പഴമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പം നിങ്ങൾക്ക് എത്ര സ്നാക്കാണോ ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് ഇതുപോലെ സൈഡ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെക്കുമല്ലോ, മിഡിൽ ഭാഗം ഇങ്ങ് എടുത്തിട്ട് അതുപോലെ 4 സൈഡിൽ ഇതുപോലെ വരയിട്ടിട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു 2 സൈഡും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. സ്നാക്കിലേക്ക് 2 ഭാഗം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും ശ്രദ്ധിച്ചിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണ് സ്നാക്ക് ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബ്രെഡൊക്കെ ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത നമുക്കൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 3 വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചേർക്കുക. കാരണം നമ്മളിതിൽ പഴവും കൂടി കൂട്ടുന്നത് കൊണ്ട് തന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ വരുമല്ലോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു 1-2 പിഞ്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അടുത്തത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 ടീസ്പൂൺ നിറയെ എടുത്തിട്ടില്ല, ഒരു പകുതി ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ. ഇതും നിങ്ങളെ ഫ്ലേവർ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് തന്നെ ചേർക്കുന്നത്. നിങ്ങൾക്ക് തണുപ്പുള്ളതോ അല്ലെങ്കിൽ കാച്ചിട്ട് മുന്നേ വെച്ച പാലോ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഏതായാലും പാല് വേണമെന്നേ ഉള്ളൂ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സായി കിട്ടണം കേട്ടോ. മുട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള ആ ഒരു പാകത്തിനായിരിക്കണം. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ലേ. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തില്ല, നല്ല പഴുത്തത് നോക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എത്ര ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് കട്ട് ചെയ്ത് വെച്ചിട്ട് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ഒന്നും എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഓവർ കട്ടിയിലും കട്ട് ചെയ്തെടുക്കാൻ പാടില്ല, ഓവർ നേരിയതായി പോകാനും പാടില്ല. ഒരു പാകത്തിന് കട്ടിയിൽ വേണം കട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ബ്രെഡ് എങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായതിനു ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് ബട്ടറൊന്ന് നന്നായിട്ട് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഇതുപോലെ നല്ലപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതും ഈ ഒരു ബ്രെഡിൻ്റെ മിഡിൽ ഭാഗത്ത് എത്രയാണോ നിങ്ങളെ കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെതിപ്പോൾ 4 പീസേ കൊള്ളുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ മിഡിൽ ഭാഗത്തോട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ അടിയിൽ നിന്ന് വരുന്ന മുട്ടയുടെ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി, നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഇടക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് മാത്രം വെച്ച് കൊടുക്കുക. ഓവർ ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിയും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മുകൾ ഭാഗം മൊരിച്ചെടുക്കുക. പിന്നെ അടിഭാഗവും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക, കോരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റ് വന്നാലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ബ്രെഡ് മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലും റെസിപ്പി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ബ്രെഡ് ടോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡും മുട്ടയും പഴമൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്